ഭാരത സൈന്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യം അർപ്പിച്ച് തലസ്ഥാനത്ത് ത്രിവർണ്ണ സ്വാഭിമാന യാത്ര നടക്കുന്നു. തത്സമയം ശാലിനി ഒപ്പം ചേരുന്നുണ്ട്. ശാലിനി, സർക്കാരിനും സൈന്യത്തിനും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന വലിയ പരിപാടി അല്ലേ? പൂർവ്വ സൈനികരാണ്. ഈ ഭാരത മണ്ണിനെ ഒരു നാളിൽ കാത്തുനിന്ന ആളുകളാണ്. അവർക്കൊക്കെ ഒരു അഭിമാനത്തിന്റെ നിമിഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം പാകിസ്ഥാനെതിരെ ഭീകരതയ്ക്കെതിരെ തിരിച്ചടിച്ച ആ മണിക്കൂറിലുണ്ടായിരുന്ന ആവേശം അത് തന്നെയാണ് ഈ പ്രായം. പലർക്കും പ്രായം 60ഉം 70ഉം ഒക്കെ പിന്നിട്ടിരിക്കുന്നു. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അന്ന് അതിർത്തിയിൽ എങ്ങനെയാണോ ഭാരത മണ്ണിനെ അവർ കാത്തു സൂക്ഷിച്ചിരുന്നത് അതേ സമയം ഉണ്ടായിരുന്ന ആവേശത്തിലാണ് അവരൊക്കെ ഇപ്പോൾ ഈ ഒരു തിരംഗ യാത്രയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഓപ്പറേഷൻ തിരംഗ, ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള ഏറ്റവും വലിയ കർമ്മ പരിപാടികൾ, ഒരുപക്ഷെ അതിനെ ഭാരതം ഇട്ട പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ആ പേരിട്ടപ്പോൾ തന്നെ സിന്ദൂരം മായിച്ച ഭീകരതയ്ക്കെതിരെ, സിന്ദൂരം മായിച്ച പാകിസ്ഥാനെതിരെയായിരുന്നു ആ ഒരു ശക്തമായ തിരിച്ചടിയും പോരാട്ടവും. മെയ് 6-ാം തീയതി രാത്രി മുതൽ, ഒരുപക്ഷെ മെയ് 7-ാം തീയതി പുലർച്ചെ മുതൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആ സമയത്ത് നമുക്ക് നഷ്ടമായ ധീര സൈനികരുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് പാവപ്പെട്ട ജീവനുകളുണ്ട്. ആ ജീവനുകൾക്കൊക്കെ ആദരമർപ്പിച്ചുകൊണ്ടും അവരെ അനുസ്മരിച്ചുകൊണ്ടും അവരെ ഓർത്തുകൊണ്ടുമാണ് ഇപ്പോൾ ഈ പൂർവ്വ സൈനികർ ഈ ഒരു തിരംഗ യാത്രയുടെ ഭാഗമായിരിക്കുന്നത്. അവരുടെ എല്ലാം കൈകളിൽ ധീര സൈനികരുടെ ചിത്രങ്ങളുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളുണ്ട്, ഒപ്പം തന്നെ ദേശീയ പതാകയുണ്ട്. അവർ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ ഒരു റോഡിലൂടെ അവർ നടക്കുകയാണ്. മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ആ ഒരു തിരംഗ യാത്ര അല്പസമയത്തിനകം പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തും. നമുക്കറിയാം ബ്രിഗേഡിയർ അടക്കമുള്ള ഏറ്റവും വലിയ പദവിയിൽ ജോലി ചെയ്ത, സൈന്യത്തിലടക്കം ജോലി ചെയ്ത വ്യക്തിത്വങ്ങൾ ഈ ഒരു യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. ഒപ്പം തന്നെ BJPയുടെ മണ്ഡലം, താലൂക്ക്, ജില്ലാ നേതാക്കൾ ഈ ഒരു യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. കൂടാതെ സാംസ്കാരിക, രാഷ്ട്രീയ, സിനിമാ മേഖലയിലുള്ള ആളുകൾ ഈ ഒരു യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. അവരൊക്കെ പ്രായം പോലും അവരെ തളർത്താതെ അവരുടെ ആവേശം, അവരുടെ ഭാരത മണ്ണിനു വേണ്ടി അവർ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം ഒരു ഘട്ടത്തിൽ പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലകളിൽ പോയി ഭീകരതയ്ക്കെതിരെ കേന്ദ്രം ആഞ്ഞടിക്കുമ്പോൾ, ഒപ്പം തന്നെ നമ്മുടെ സൈന്യം ആഞ്ഞടിക്കുമ്പോൾ, കര, നാവിക, വ്യോമസേന അംഗങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ഇവരൊക്കെ അഭിമാനത്തിന്റെ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത്. അപ്പോൾ ആ ഒരു അഭിമാന നിമിഷം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജ്യവ്യാപകമായി ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചും ആദരമർപ്പിച്ചുമുള്ള വിവിധ പരിപാടികൾ, തിരംഗയാത്രകൾ അടക്കം സംഘടിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം, ഒപ്പം തന്നെ വിവിധ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് അടക്കമുള്ളവർ, ഒപ്പം തന്നെ വിവിധ സൈനിക സംഘടനകൾ അടക്കമുള്ളവർ ഈ ഒരു യാത്രയുടെ ഭാഗമാകും. നമുക്കറിയാം മുൻനിരയിൽ നമ്മൾ കാണുന്നത് ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ അമ്മയടക്കമുള്ള, ചെല്ലത്തായി അടക്കമുള്ള അമ്മയെ നമുക്ക് കാണാം. കാർഗിൽ യുദ്ധത്തിൽ നമുക്കായി, നമ്മുടെ നാടിനായി, ഭാരതത്തിനായി ജീവൻ നൽകിയ ആ ഭാരതപുത്രന്റെ അമ്മയടക്കമുള്ളവർ, അവരുടെ പ്രായം പോലും അവർ അവഗണിച്ചുകൊണ്ട് ഈ ഒരു യാത്രയുടെ ഭാഗമാകുകയാണ്. ഏകദേശം 2 കിലോമീറ്ററോളമാണ് ആ അമ്മയടക്കമുള്ളവർ ദേശീയ പതാകയും കയ്യിലേന്തി നടക്കുന്നത്. അവരൊക്കെ അഭിമാനത്തിന്റെ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഇങ്ങനെ ഒരു നന്ദി സൂചകം അല്ലെങ്കിൽ നന്ദി പ്രകടനമെങ്കിലും ഭാരത സൈന്യത്തിന് നൽകാനാകുന്നതിൽ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു ആത്മസന്തോഷം അവർ ഓരോരുത്തരും നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. കേണൽ അടക്കമുള്ളവർ ഈ ഒരു യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ വിപുലമായ ചടങ്ങുകളോടെ, വിപുലമായ ആഘോഷങ്ങളോടെയാണ് ഓപ്പറേഷൻ സിന്ദൂരിന് ആദരമർപ്പിച്ച് തലസ്ഥാന ജില്ലയിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം വിവിധ സംഘടനകൾ, അനന്തപുരി സോൾജിയേഴ്സ് അടക്കമുള്ള വിവിധ സൈനിക സംഘടനകൾ രക്തസാക്ഷി മണ്ഡപത്തിലടക്കം മെഴുകുതിരി കത്തിച്ച് ഈ ഒരു പരിപാടിയുടെ കൂടി ഭാഗമാകുന്നുണ്ട്. അങ്ങനെ ഭാരതത്തിന് വേണ്ടി എത്രത്തോളമാണോ ഭാരതപുത്രന്മാർ അവരുടെ ജീവിതം, അവരുടെ സമയം അവർ ചെലവഴിച്ചത്, അതിനൊക്കെ ഒരു ആദരം നൽകുക. ഒപ്പം തന്നെ പഹൽഗാമിൽ ജീവൻ നഷ്ടമായ രാമചന്ദ്രൻ അടക്കമുള്ള മലയാളികൾക്കൊക്കെ ആദരമർപ്പിച്ചുകൊണ്ടും അവരെ ഓർത്തുകൊണ്ടുമാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും. രാമചന്ദ്രൻ അടക്കമുള്ളവരുടെ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ പതിച്ച പ്ലക്കാർഡുകൾ ഇവരുടെ കയ്യിലുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും ശക്തനായ ഒരു പ്രധാനമന്ത്രി, പഹൽഗാമിൽ ഈ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി ഭാരതത്തിന്റെ 26ഓളം വരുന്ന പൗരന്മാരുടെ ജീവൻ എടുത്തതിന് ശേഷം 14ാം ദിവസം കൃത്യമായ തിരിച്ചടി ഭീകരതയ്ക്കെതിരെ നൽകിയ ആ തീരുമാനമെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കമുള്ള
അടക്കമുള്ളവർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും നന്ദി പ്രകടിപ്പിക്കുകയാണ്. ഇത്രയധികം ശക്തമായൊരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു ശക്തമായ തീരുമാനത്തിന് ഒപ്പം നിന്ന പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് നന്ദി പ്രകടിപ്പിക്കുകയാണ് തലസ്ഥാന ജില്ല, ഒപ്പം തന്നെ അനന്തപുരിയിലെ പൂർവ്വ സൈനികർ, ഒപ്പം തന്നെ ഇപ്പോൾ സൈന്യത്തിലുള്ളവർ, മുൻപ് സൈന്യത്തിൽ ജോലി ചെയ്ത് വിരമിച്ച് ഇവിടെ എത്തി ഇപ്പോഴും വിശ്രമിക്കുന്ന പൗരന്മാരുണ്ട്. ഒപ്പം തന്നെ പല സൈനിക കുടുംബത്തിൽ നിന്നും ജീവൻ രാജ്യത്തിന് നൽകിയവരുടെ കുടുംബത്തിൽ നിന്നുള്ളവർ, ഒപ്പം തന്നെ ഇപ്പോഴും സൈന്യത്തിൽ ജോലി ചെയ്യുന്ന പല വ്യക്തികളുടെയും കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങളടക്കമുള്ളവർ ഈ ഒരു യാത്രയുടെ ഭാഗമാകുകയാണ്. അങ്ങനെ യാത്ര ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്തേക്ക് യാത്ര എത്തിയിട്ടുണ്ട്. അങ്ങനെ വിപുലമായ ആഘോഷങ്ങളോടെ ഓപ്പറേഷൻ സിന്ദൂറിന് ആദരമർപ്പിക്കുന്നു. ഒപ്പം തന്നെ രാജ്യത്തിന്റെ കാവലായി നിന്ന ഓരോ സൈനികർക്കും, കര, വ്യോമ, നാവിക സേനയിലെ ഓരോ ഉദ്യോഗസ്ഥർക്കും ഒക്കെയുള്ള നന്ദി പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ തലസ്ഥാന ജില്ല, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള, വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ ഈ ഒരു യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. ഒരു രാഷ്ട്രീയം നോക്കിയല്ല, പകരം രാജ്യ സേവനം, രാജ്യസ്നേഹം മാത്രമാണ് ഈ യാത്രയ്ക്ക് മുതൽക്കൂട്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ലക്ഷ്യമായിട്ടുള്ളത്. വിവിധ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, ഒപ്പം തന്നെ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, രാഷ്ട്രീയ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങൾ ഈ ഒരു യാത്രയുടെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കാർഗിൽ കുന്നുകളിൽ നമുക്ക് ഏറ്റവും അഭിമാനമായി നമ്മൾ ഉയർത്തിക്കാണിക്കുന്ന, അല്ലെങ്കിൽ കാർഗിൽ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച ജെറി പ്രേംരാജിന്റെ അമ്മയടക്കമുള്ളവർ ഈ യാത്രയുടെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അവരടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അങ്ങനെ വിപുലമായ ചടങ്ങുകളോടെ വിപുലമായ യാത്ര, അങ്ങനെ പദയാത്ര അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. തിരുവനന്തപുരം പാളയത്തേക്ക് യാത്ര എത്തിയിട്ടുണ്ട്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പോയി കറങ്ങി യുദ്ധസ്മാരകത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. യാത്ര തുടരുകയാണ്. കൃഷ്ണരാജൻ. ശാലിനി, വലിയ വൈകാരികമായൊരു യാത്ര എന്നുകൂടി ഇതിനെ പറയണം. കാരണം ഭാരതം പെഹൽഗാമിന് നൽകിയ മറുപടിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് നടത്തുന്ന യാത്ര കൂടിയാണ് ഇത്. കേന്ദ്ര സർക്കാരിന്, സൈന്യത്തിന്, പ്രധാനമന്ത്രിക്കൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള യാത്രയാണ്.